12 ക്രിസ്ത്യാനികളിൽ ഒരാൾ, പ്രത്യേകിച്ച് 5 കത്തോലിക്കരിൽ ഒരാൾ നാടുകടത്തലിൻ്റെ അപകട സാധ്യത നേരിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളോടൊപ്പം താമസിക്കുന്നു എന്ന് ശരിവെക്കുന്ന റിപ്പോർട്ട് പുറത്ത്. US കത്തോലിക്ക ബിഷപ്പുമാരും സുവിശേഷവൽക്കരണ നേതാക്കളും പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരു ഭാഗം അമേരിക്കൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നാടുകടത്തലിൻ്റെ സാധ്യതയുള്ള സ്വാധീനം എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് മാർച്ച് 31-നാണ് US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പുമാരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. USCCBയുടെ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജി സർവീസസ് വകുപ്പും നാഷണൽ അസോസിയേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽസ് വേൾഡ് റിലീഫ് ഗോർഡൻ കൺവെൽ തിയോളജിക്കൽ സെമിനാരിയിലെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സഭ ഒരാൾ ചേർന്നതല്ല, മറിച്ച് പലർ ചേർന്നതാണ് എന്ന കാഴ്ചപ്പാടിൽ ഒരു ശരീരം എന്നാണ് അപ്പസ്തോലനായ പൗലോസ് വിശേഷിപ്പിച്ചത്. ഒരംഗം കഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ അംഗങ്ങളും അതിനൊപ്പം കഷ്ടപ്പെടുന്നു. ഒരംഗത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ എല്ലാ അംഗങ്ങളും അതിൽ സന്തോഷിക്കുന്നു എന്നും ഈ റിപ്പോർട്ടിൽ ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കയിലെ ഭൂരിഭാഗം കുടിയേറ്റക്കാരും നിയമപരമായി സന്നിഹിതരാണെങ്കിലും ഒരു പ്രധാന അനുപാതം നാടുകടത്തലിന് ഇരയാകുന്നുണ്ട്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പിന് ശേഷം അമേരിക്കയിൽ 20 ദശലക്ഷം വരെ നാടുകടത്തപ്പെടാവുന്ന കുടിയേറ്റക്കാർ ഉണ്ടാകുമെന്ന് പറഞ്ഞതിലും റിപ്പോർട്ടിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്.